Hello guys, welcome back to my YouTube channel Cooking with Keeryott. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാങ്ങ ഇട്ടിട്ടുള്ള കൊഞ്ചുകറിയാണ്. വളരെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളാണ് ഈ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് 1 കിലോ കൊഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെയിൻസൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കൊഞ്ച് മേടിക്കുമ്പം അതിൻ്റെ വെയിൻസ് കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾ വെയിൻസ് കളയാണ്ടാണ് ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ അപ്സെറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് കളഞ്ഞിട്ട് യൂസ് ചെയ്യാം. നമുക്കിതിന് തേങ്ങാപ്പാൽ ആവശ്യമാണ്. ഇത് ഒരു അരമുറി തേങ്ങ അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം തേങ്ങയാണ് അരച്ചിട്ട് മിക്സിയിലിട്ട് അരച്ച് അത് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 5-6 ചെറിയുള്ളി ചതച്ചതാണ്. പിന്നെ ഒരു വലിയ പച്ചമാങ്ങ കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് നടുവേ കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. ഇനി നമുക്ക് പൊടികളാണ് ആവശ്യമുള്ളത്. അതിനായിട്ട് ഞാൻ 2.5 ടേബിൾ സ്പൂണോളം സാദാ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി എല്ലാം ചേർത്തെടുത്തു. അതേപോലെ തന്നെ നമ്മൾ ചതച്ച് മാറ്റി വെച്ച് നമ്മുടെ ഇഞ്ചിയും കൂടി ചേർത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ പൊടികളും ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളത് ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാതും ആ പൊടികളും ആ ഉള്ളിയും എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടില്ല, പുറത്ത് വെച്ചിട്ടാണ് ഈ മിക്സിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ആണ് ഞാൻ സ്റ്റൗവിലേക്ക് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നിങ്ങളതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കൊഞ്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഇത് സ്റ്റൗവിലേക്ക് വെക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിനി ഇത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ കൊഞ്ചൊരു പകുതി വേവ് ആവുമ്പോൾ മാത്രമാണ് നമ്മുടെ മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ മുമ്പേ മാങ്ങ ചേർക്കുകയാണെങ്കിൽ മാങ്ങയൊക്കെ വല്ലാതെ ഉടഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ചാറുകറിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെ ആഡ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കൊഞ്ചുകറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ നമ്മുടെ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ കഷ്ണം മാങ്ങയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില മാങ്ങ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഉപ്പും കൂടി നമ്മൾ അതിനനുസരിച്ച് കൂട്ടി ഇടുകയാണെങ്കിൽ കറിയാകെ കുളവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 4 പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ മീൻചട്ടി നമ്മൾ ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ യൂസ് ചെയ്യണതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മരത്തിൻ്റെ തടി വെച്ചിട്ടാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ മാത്രം ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് നമുക്കിതിലോട്ട് താളിച്ചതും കൂടി ചേർക്കാണ്ട് അതിനായിട്ട് ചെറിയൊരു സോസ് പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ചെറിയുള്ളി, അതേപോലെ കുറച്ച് കറിവേപ്പില, കുറച്ച് കടുക് കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് കുറച്ച് എരിവിൻ്റെ ഒരു കുറവ് തോന്നി. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണോളം സാദാ മുളക് പൊടിയും കൂടിയും ഈ താളിക്കണേൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇനി കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾ എരിവും പുളിയൊക്കെ കറക്റ്റായിട്ട് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് ഇപ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് താളിക്കണേൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ
അടിപൊളിയായിട്ടുള്ള നാടൻ കൊഞ്ച് കറി റെഡി ആയിരിക്കുകയാണ്, മാങ്ങ ഇട്ടിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ഈസി റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.